വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് 23, 24, 25 വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളൊന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അതിൻ്റെ അകത്ത് കുറെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ റിവിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ PYQs വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ സബ്ജക്ട്സിലും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ മിസ് ചെറിയൊരു കാര്യം പറയാം. അതായത് അടുത്ത വർഷത്തേക്കുള്ള ട്യൂഷനും അതുപോലെ അതിനൊപ്പം പാരലൽ ആയിട്ട് നമ്മുടെ നീറ്റും അതുപോലെ JEE കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ആ ഒരു നമ്പറിൽ, ഓക്കെ, ഇവിടെ കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമ്പറിൽ കറക്റ്റ് കോൺടാക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അടുത്ത വർഷം നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നീറ്റൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിൽ തന്നെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല അടിപൊളി ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, ഇന്ററാക്ഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. യെസ്, വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളൊരു മാത്സ് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറെന്റ് പ്രോട്ടോസോവൻസിന്റെ ആ ഒരു എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് മാറ്റി വെക്കുന്ന ഭാഗങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ, ഈ ഭാഗവും നമ്മൾ പഠിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. അങ്ങനെ 4 ഗ്രൂപ്പുകളുണ്ട് നമുക്ക്, അല്ലെ? അപ്പൊ ആ 4 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെയും ആ ഒരു എക്സാമ്പിള് നിങ്ങൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യാണ് വേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അമീബോയിഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് എൻഡമീബ. അത് മാത്രം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അമീബയും എൻഡമീബയാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ, അല്ലെ? ഫ്ലജലേറ്റഡ് എക്സാമ്പിൾ ആണ് നമ്മളെ ട്രിപ്പനോസോമ എന്ന് പറയുന്നത്. അതുപോലെ സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ആണ് പാരമീഷ്യം. ആൻഡ് സ്പോറോസോവൻസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലാസ്മോഡിയം. ഓക്കെ, അപ്പൊ ഇത് 4 എണ്ണവും അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ വീണ്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കറിയാം അടുത്ത മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്ലാസ്സസ് ഓഫ് ഫംഗി അതുപോലെ ആൽഗേന്റെ ഡിഫറെന്റ് ടൈപ്സ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ സ്പെഷ്യാലിറ്റീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഇപ്പൊ ആൽഗേന്റെ ആണെങ്കിൽ ആ കളർ കൊടുക്കുന്ന പിഗ്മെന്റേഷൻ കൊടുക്കുന്ന ആ ഒരു പിഗ്മെന്റ് ഏതാണെന്നും അത് മീൻസ് സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു സ്റ്റാർച്ചസിന്റെ പേരൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ ആ സ്റ്റോറേജ് അതും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഇവിടെ ഫംഗീന്റെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഫൈക്കോമൈസെറ്റ്സ്, ദെൻ ആസ്കോമൈസെറ്റ്സ്, ബെസീഡിയോമൈസെറ്റ്സ് ആൻഡ് ഡിപ്റ്റീരിയോമൈസെറ്റ്സ്, അങ്ങനെ 4 ഗ്രൂപ്പാണ് നമുക്കുള്ളത്, അല്ലെ? ക്ലാസ് ഓഫ് ഫംഗി ആണുള്ളത്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈക്കോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് റൈസോപ്പസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ബ്രെഡ് മോൾഡ്, റൈറ്റ്? ആസ്കോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് പെനിസീലിയം. ആൻഡ് ബെസീഡിയോമൈസെറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് അഗാരിക്കസ്. അപ്പം അഗാരിക്കസ് ഏതിൽ വരുന്നു എന്ന് വേണേലും ചോദിക്കാം 1 മാർക്കായിട്ട്. ഓക്കെ, അപ്പൊ ഇത് മീൻസ് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കും, റൈസോപ്പസ്, ബ്രെഡ് മോൾഡ്, ഈ രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് നോക്കിയിട്ട് അടുത്ത എന്താണ് അഗാരിക്കസ്, അല്ലെ? എന്നിട്ട് ഇവിടെ ഒരു ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാം അഗാരിക്കസ് നമ്മുടെ മഷ്റൂം ആണ്. ഇതൊരു വെയിൽ നിങ്ങളോട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ റൈസോപ്പസ്, ഫൈക്കോമൈസെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അഗാരിക്കസ് ഏതിൽ ബിലോങ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 1 മാർക്കിനും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇതേപോലെ വരാറുള്ളത്, അല്ലെ? പിന്നെ മാത്സ് ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ 2 മാർക്കിന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ രീതിയിൽ ഈ ഒരു പാട്ടും തന്നെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട് തെർമോ ആസിഡോഫൈൽസ് ആൻഡ് ഹാലോഫൈൽസ്. ഈ ഒരു പാട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ തെർമോ ആസിഡോഫൈൽസും അതുപോലെ തന്നെ ഹാലോഫൈൽസും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ആ ഒരു പാട്ടും കൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എന്താണ് നമ്മുടെ തെർമോ ആസിഡോഫൈൽസ്? നമുക്കറിയാം ആർക്കിബാക്ടീരിയന്റെ ഗ്രൂപ്പാണ്, അല്ലെ? അതിൽ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ നല്ല ഹോട്ട് ആയിട്ടുള്ള റീജിയൻസിൽ കാണപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കിബാക്ടീരിയനാണ് നമ്മൾ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ഇവരൊരു സ്പെഷ്യാലിറ്റി തന്നെ എന്താണ്? ഇങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണുന്നു എന്നതാണ്. ഹാലോഫൈൽസ് ആണെങ്കിൽ എന്താണ്? എക്സ്ട്രീം
സോൾട്ടി ഏരിയാസ് ആണ് കേട്ടോ. അപ്പം ഒത്തിരി ഉപ്പുള്ള സോൾട്ട് ആയിട്ടുള്ള മീൻസ് ഓഷ്യൻ്റെ ഒക്കെ ഡീപ്പ് ലൈക്ക് സോൾട്ടി ആയിട്ടുള്ള റീജിയൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള റീജിയൻസിലൊക്കെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ ഹാലോഫൈൽസിനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. യെസ്, ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ, ഐഡന്റിഫൈ this bryophyte, label the parts A, B and C. Okay, diagram based ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഇവിടുന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി വെക്കുക, ഈ ഒരു പിക്ചർ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏതാണ് നമ്മുടെ ബ്രയോഫൈറ്റ്? ഫ്യൂണറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്യൂണറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫ്യൂണറിയന്റെ ഒക്കെ പിക്ചർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എ പാർട്ട് റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? യെസ്, വി നോ ദാറ്റ് ഇസ് റൈസോയിഡ്സ് എന്ന് വിളിക്കും അല്ലെ, അതാണ് നമ്മുടെ റൈസോയിഡ്സ് എന്ന് പറയാം. ഇനി ബി പാർട്ട് അല്ലെ, ഒരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സീറ്റ എന്ന് വിളിക്കുന്നു. യെസ്, അതിനെ നമ്മൾ സീറ്റ എന്ന് വിളിക്കുന്നു. അതിന്റെ സീറ്റന്റെ ടിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ, ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ആസ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ് നമ്മൾ? എന്തുകൊണ്ടാണ് അല്ലെ? എന്താണ് നമ്മുടെ ജിംനോസ്പോംസിനെയാണ് നമ്മൾ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് എക്സ്ട്രാ ഒരു കോട്ടിംഗ് ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു ഓവ്യൂൾസ് അല്ലെങ്കിൽ സീഡ്സ് എൻക്ലോസ് ചെയ്ത് കാണുന്നില്ല. നമുക്ക് ബാക്കി ഇപ്പൊ ആൻജിയോസ്പോംസിന്റെ കേസിലാണെങ്കിൽ അറിയാം. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ നമ്മുടെ ലെമൺ അല്ലെ, നാരങ്ങ എടുത്താൽ അറിയാം എന്താണ്? ആ സീഡ് ആ ഒരു ഫ്രൂട്ടിന്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷെ അതേ സമയത്ത് ഇപ്പൊ പൈൻ ട്രീസിന്റെ ഒക്കെ കേസിൽ അങ്ങനെയല്ല, സീഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തന്നെ കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ആ ഒരു എൻക്ലോഷർ ഇല്ലാത്തത് കൊണ്ടാണ്, ഒവ്യൂൾ അല്ലെ സീഡ്സിന് എൻക്ലോഷർ ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ നമ്മൾ നേക്കഡ് സീഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തതാണ് നമ്മുടെ ഫിലോടാക്സി. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയാറുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫിലോടാക്സി നിങ്ങൾ പഠിച്ചിരിക്കുക. ഇവിടെ ഫിലോടാക്സിന്റെ രണ്ട് ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എയും ബിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഫൈൻ ഫിലോടാക്സി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ഫിലോടാക്സി എ ആൻഡ് ബി. എയും ബിയും ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫിലോടാക്സി എന്ന് പറയുന്നത്? ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ ലീഫ് എങ്ങനെയാണോ ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ പേരാണ് നമ്മൾ ഫിലോടാക്സി എന്ന് പറയുന്നത്. ഒരു നോഡിൽ എത്ര ലീവ്സ് ഉണ്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിലോടാക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എ ഏതാണെന്നും ബി ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു നോഡിൽ നിന്ന് ഒരെണ്ണം. ഓക്കെ, ഒരു നോഡിൽ നിന്ന് ഒരെണ്ണം, പിന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് മീൻസ് ആൾട്ടർനേറ്റ് ആയിട്ട് അടുത്ത നോഡിൽ നിന്ന് ഒരെണ്ണം. ഇങ്ങനെയാണ് ഇവിടെ ലീഫിന്റെ അറേഞ്ച്മെന്റ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് അത് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആ ഒരു ടൈപ്പ് ഓഫ് ഫിലോടാക്സിനെ നമ്മൾ ആൾട്ടർനേറ്റ് എന്ന് വിളിക്കുന്നു അല്ലെ. ആൾട്ടർനേറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നിടവിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ആൾട്ടർനേറ്റ് എന്ന് വിളിക്കും. ഇനി ബി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഗുവയാണ് അല്ലെ. ഇവിടെ എന്താണ്? ഒരു നോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലീവ്സ് വരികയാണ് ചെയ്യുന്നത് അല്ലെ. രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ലീവ്സ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്താണ്? ഓപ്പോസിറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ടൈപ്പും കൂടി ഉണ്ട്, അതായത് ഒരു പെർട്ടിക്കുലർ നോഡിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ലീഫ് വരികയാണെങ്കിൽ, രണ്ടിൽ കൂടുതൽ ലീഫ് ഒരേ നോഡിൽ നിന്നാണെങ്കിൽ നമ്മൾ അതിനെ ബോൾഡ് എന്ന് വിളിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ അത് മൂന്ന് ടൈപ്പ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ദ അനാറ്റമി ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. യെസ്, എന്താണ് സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റെം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്റ്റൈലമാണ് കാണാൻ പറ്റുന്നത്? എൻ ഡാർക്ക് ആണ്. റൂട്ടിന്റെ ലോ എക്സാർക്ക് സ്റ്റൈലമാണ് കാണാൻ സാധിക്കുക. പിന്നെ സ്റ്റെം ആണെങ്കിൽ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലാണ്. റൂട്ടിലാണെങ്കിൽ എപ്പോഴും റേഡിയൽ ആയിരിക്കും. അത് ആർ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. പിന്നെ എന്താണ്? ക്യൂട്ടിക്കിളും അതുപോലെ ട്രൈക്കോം എന്താണ് സ്റ്റെമ്മിൽ പ്രസന്റ് ആയിരിക്കും. അതെന്താണ്? നമ്മുടെ റൂട്ട്സിൽ ആബ്സെന്റ് ആയിരിക്കും അല്ലെ. അതിന് പകരം എന്താണ്? റൂട്ട് ഹെയർസ് ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കാസ്പേരിയൻ സ്ട്രിപ്സ് നമുക്ക് സ്റ്റെമ്മിൽ കാണാൻ സാധിക്കില്ല, അതേസമയത്ത് റൂട്ടിലെ ഈ പറഞ്ഞ കാസ്പേരിയൻ സ്ട്രിപ്സ് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റൊമാറ്റോ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ഗോഡ് സെൽസ് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്സ്? ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ? നമുക്കറിയാം ഈ ഒരു സ്റ്റൊമാറ്റോന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങിന്റെ ബേസിസിലാണ് ആ ഒരു ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നത് അല്ലെ. ഗ്യാഷസ് ഓഫ് എക്സ്ചേഞ്ചസ് ഡൺ ത്രൂ സ്റ്റൊമാറ്റ. അത് കൂടാണ്ട് എന്താണ്? വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്, നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് അല്ലെ. അതായത് ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നതും എന്താണ്? ഈ പറഞ്ഞ സ്റ്റൊമാറ്റയിലൂടെയാണ്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഷേപ്സിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഡൈക്കോട്ട് ആണെങ്കിൽ നമ്മുടെ ബീൻ ഷേപ്ഡ് അല്ലെ കിഡ്നി ഷേപ്ഡിൽ നമുക്ക് എന്താണ്? സ്റ്റൊമാറ്റോ കാണാൻ പറ്റും. ബീൻ ഷേപ്ഡ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്ഡിലാണ് നമുക്ക് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്നത്. അതേ സമയത്ത് നമ്മുടെ
ഗ്രാസിലൊക്കെ ആണെങ്കിൽ എന്താണ് ഡംബൽ ഷേപ്പിലാണ് നമുക്ക് സ്റ്റൊമാറ്റ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഡംബൽ ഷേപ്പിലാണ് സ്റ്റൊമാറ്റ എവിടെ മോണോകോട്ടിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. എക്സ്പാൻഡ് ദ ഫോളോയിങ് PPLO ആൻഡ് SER. സിമ്പിൾ ആണ്, പക്ഷെ ഇതുവരെ നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സിമ്പിൾ ആണെങ്കിൽ പോലും 2 മാർക്കാണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഒരു പെർട്ടിക്കുലർ വേർഡ് അതിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ പോവാണ്. ഓക്കെ, അപ്പൊ PPLO എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് അല്ലെ, അതിനെയാണ് നമ്മൾ PPLO എന്ന് പറയുന്നത്. SER എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ് ഗിവൺ ബിലോ. ഓക്കെ, ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിഡ്സിന്റെ ഒരു ഡിവിഷൻ ആണ് അല്ലെ. പ്ലാസ്റ്റിഡ്സിനെ നമുക്ക് എങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, റൈറ്റ്? അപ്പൊ ഏതാണ്? ക്രോമോപ്ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ്? നമുക്കറിയാം A എന്ന് പറയുന്നത് നമ്മുടെ ക്ലൂറോപ്ലാസ്റ്റ് ആണ്. സിമ്പിൾ ആണ് ഇത് മനസ്സിലാക്കാൻ, കാരണം ക്ലൂറോപ്ലാസ്റ്റിന് താഴെ Aന്റെ താഴെ എന്താണ്? ക്ലൂറോഫിലും കെരാറ്റിനോയിഡും എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ല്യൂക്കോപ്ലാസ്റ്റ് ആണ് നമ്മുടെ കളർലെസ് ആയിട്ടുള്ളത് അല്ലെ. കളർലെസ് പ്ലാസ്റ്റിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെന്താണ്? ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? സിയും അതുപോലെ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നത് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? സി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ. കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ അമീലോപ്ലാസ്റ്റ് ആണ്, റൈറ്റ്? അമീലോപ്ലാസ്റ്റ് ആണ്. ആൻഡ് പ്രോട്ടീനെ സ്റ്റോർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ അല്യൂറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, ഫൈൻ. ഇനി കാരിയോകൈനസിസ് ഇൻ മൈറ്റോസിസ് ഇൻവോൾവ്സ് 4 സ്റ്റേജസ്. വാട്ട് ആർ ദേ? ഓക്കെ, അപ്പൊ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ആ ഒരു പ്രോസസ്സിനെ മൊത്തമായിട്ടാണ് അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൈറ്റോകൈനസിസ്, നമ്മുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് 2 ഇതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കാരിയോകൈനസിസിൽ 4 സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് ആണ് അല്ലെ. യെസ്, അത് ഏതാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഐഡന്റിഫൈ ദ സബ് സ്റ്റേജസ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പൊ 4 ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് 4 എണ്ണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ക്രോസിംഗ് ഓവർ ആണ്. അപ്പൊ ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ്? ഏത് സ്റ്റേജ് വെച്ചിട്ടാണ്? യെസ്, ദാറ്റ് ഈസ് പാച്ചറ്റീനിൽ വെച്ചിട്ടാണ് അല്ലെ. പാച്ചറ്റീൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇനി പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഏത് സ്റ്റേജിലാണ്? മിസ് പറഞ്ഞില്ലേ, ഈവൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, സൈഗോട്ടീൻ സ്റ്റേജിലാണ്. ഏതാണ്? സൈഗോട്ടീൻ സ്റ്റേജിൽ വെച്ചിട്ടാണ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് നടക്കുന്നത്. യെസ്, അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടെർമിനലൈസേഷൻ ഓഫ് ചയാസ്മാറ്റ. ഓക്കെ, അതേതാണ്? യെസ്, ദാറ്റ് ഈസ് ഡയാകൈനസിസ്. ഓക്കെ, ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിനൽ കോംപ്ലക്സ് അതെവിടെയാണ്? ഡിപ്ലോട്ടീൻ. ഓക്കെ, ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫേസ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ്. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓവർ? വീണ്ടും എന്താണ് ആ ക്രോസിംഗ് ഓവർ ഏതിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരേ ഇയറിൽ തന്നെ വരാറുണ്ട് അല്ലെ. പിന്നെ അങ്ങോട്ടേക്ക് മാറി മീൻസ് അടുത്ത ഇയറിലൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. എന്താണ്? പാച്ചറ്റീൻ ആണ്. എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെ, നമ്മുടെ DNA എക്സ്ചേഞ്ച് ചെയ്യാണ്. ആര് തമ്മിലാണ്? ഇവിടെ നമുക്കറിയാം നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണ്. ഓക്കെ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് ആണ് ഇവിടെ ക്രോസിംഗ് ഓവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് അല്ലെ, ജനറ്റിക് മെറ്റീരിയൽ അല്ലെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാം അത്രയും വേരിയേഷൻസ് ഉണ്ടാവുന്നത് അല്ലെ. യെസ്, ആ ഒരു റീകോമ്പിനേഷൻസ് പുതിയ റീകോമ്പിനൻസ് അവിടെ ഫോം ചെയ്യുവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തരും യുണീക്ക് ആയിട്ട് ഇരിക്കുന്നത് തന്നെ, റൈറ്റ്? യെസ്, ഇപ്പൊ എവല്യൂഷന്റെ ഒക്കെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പറഞ്ഞ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്, റൈറ്റ്? യാ, സെൽ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 4 phases G1, S, G2 and M. Okay, write one important event takes place during each phase. Okay, അപ്പൊ G1ലും ഓരോ ഫേസിലും G2ലും S ലും ഒക്കെ എന്താണ് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, റൈറ്റ്? അപ്പൊ
G1 phase അല്ലെ, നമ്മുടെ ഗ്യാപ്പ് 1 phase എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ആക്റ്റീവ് ആയിരിക്കും സെല്ല്. അപ്പൊ അവിടെ മെറ്റബോളിസം ആക്റ്റീവായിട്ട് എന്താണ് സെല്ല് മൊത്തമായിട്ട് ഗ്രോ ചെയ്ത് ആക്റ്റീവായിട്ട് ഈ ഒരു സെൽ ഡിവിഷനെ നേരിടാൻ തയ്യാറായിരിക്കുന്ന ആ ഒരു ഫേസ് ആണ്. അവിടെ സെല്ലിന്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട് അല്ലെ, അതാണ് G1 phase എന്ന് പറയുന്നത്. ഇനി സിന്തസിസ് ഫേസിലോ, സിന്തസിസ് ഫേസിലാണ് ആക്ച്വലി DNA സിന്തസിസ് നടക്കുന്നത്. അവിടെ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. DNA അവിടെ റിപ്ലിക്കേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റി ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ദ സിന്തസിസ് ഫേസ്. ആൻഡ് G2 ഫേസിൽ എന്താണ്, വീണ്ടും സെൽ ഒന്നും കൂടെ ഗ്രോ ചെയ്ത് പിന്നെ അവിടെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അതുപോലെ അമിനോ ആസിഡ്സ് ഒക്കെ റെഡിയാക്കി വെക്കാണ്. എന്തിനു വേണ്ടി, അതുപോലെ RNA ഇതിന്റെ ഒക്കെ സിന്തസിസ് നടക്കുന്ന എവിടെയാണ്, നമ്മുടെ G2 ഫേസിലാണ്. പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ M ഫേസ് ആണ്. അത് ചിലപ്പോൾ അപ്പൊ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴാണോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്നത് അപ്പോഴായിരിക്കും M ഫേസ് നടക്കുന്നത്. അപ്പൊ M ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മിയോട്ടിക് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസ് ആണ്. മൈറ്റോസിസും മിയോസിസും നടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫേസിനെയാണ് നമ്മൾ M ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അവിടെയാണ് നമ്മുടെ കാരിയോകൈനസിസും അതുപോലെ തന്നെ സൈറ്റോകൈനസിസും നടക്കുന്നത്. Yes. Some characteristic features of C3 and C4 plants are given below. Cran's anatomy absent, lack photo respiration, first product of CO2. Fixation is PGA. Primary CO2 acceptor is PEP, and we have to arrange them in two different columns. അപ്പോൾ ഈ C3 C4 പ്ലാന്റ്സിന്റെ ഡിഫറൻസസ് എപ്പോഴും നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അത് ഇതേപോലെ തന്നെ ടേബിൾ തരാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് നിങ്ങളോട് അത് ടാബ്ലേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് ഡയറക്ട്ലി ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. അപ്പൊ C3 C4 പ്ലാന്റ്സ് നിങ്ങൾ എന്താണെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ മക്കളെ. യെസ്, C3 പ്ലാന്റ്സിന് നമുക്കറിയാം ക്രാൻസ് അനാറ്റമി ആബ്സെന്റ് ആണ്. ഓക്കെ, പ്രസന്റ് അല്ല, റൈറ്റ്. അതുപോലെ C4 പ്ലാന്റ്സിലാണെങ്കിലോ ലാക്സ് ഫോട്ടോ റെസ്പിറേഷൻ. ഓക്കെ, പിന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ് C3 പ്ലാന്റ്സിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് CO2 ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ PGA ആണ്. അതുപോലെ C4 പ്ലാന്റ്സിൽ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ PEP ആണ്. ഓക്കെ, yes. The first step in respiration is glycolysis. Define glycolysis. Write the site of glycolysis in a cell. Enzyme responsible for conversion of glucose to glucose 6-phosphate. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അതായത് ഗ്ലൂക്കോസ് രണ്ട് പൈറോവിക് ആസിഡ് ആയിട്ട്, രണ്ട് മോളിക്യൂൾസ് ഓഫ് പൈറോവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. പിന്നെ എൻസൈം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏതാണ്, ഹിക്സോകൈനീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെയും ലേറ്റ് ആവും. ഓക്കെ, വാട്ട് ഇസ് ഗ്ലൈക്കോളിസിസ്, വേർ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ് ആണ് വീണ്ടും അത് തന്നെ ചോദിച്ചിരിക്കുന്നു. അത് പിന്നത്തെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഗ്ലൈക്കോളിസിസ് ഇസ് ദ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു 2 molecules of pyruvic acid സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഒബ്സർവ് ദ പാത്വേ ഓഫ് അനേറോബിക് റെസ്പിറേഷൻ ഗിവൻ ബിലോ. ലേബിൾ ദ കോമ്പൗണ്ട്സ് മാർക്ക്ഡ് ആസ് A and B. A ഏതാണെന്നും B ഏതാണെന്നും ഇത് നിങ്ങൾ ഇതേപോലെ പഠിച്ചു വെക്കുക കേട്ടോ. വാട്ട് ഹാപ്പൻസ് ടു പൈറോവിക് ആസിഡ് ഇൻ മസിൽസ് ഇഫ് ഓക്സിജൻ ഇസ് ഇനാഡിക്വേറ്റ്. ഓക്കെ, ഏതാണ് A എന്ന് പറയുന്നത്, എന്താണ് ഇവിടെ നമുക്കറിയാം പൈറുവിക് ആസിഡ് എന്തായിട്ടാണ്, നമ്മുടെ ലാക്ടിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ അവിടെ അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ നടക്കുന്ന ആ ഒരു പോർഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പിൽ നടക്കും, ഒന്ന് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കും, അതുപോലെ പിന്നെ എന്താണ് എത്തനോൾ ആണ് ഫോം ചെയ്യുന്നത്. റൈറ്റ്, 2 parts ആണ് അവിടെ. പിന്നെ ഇൻ മസിൽ സെൽസിലാണ് ഈ ഒരു പെർട്ടിക്കുലർ അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് പൈറുവിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എനി യൂസസ് ഓഫ് എത്തോഫോൺ. എത്തോഫോണിന്റെ യൂസസ് എന്താണ്, നമ്മുടെ എത്തലൈൻ ഗ്യാസ് ആണ് അല്ലെ. Yes, it fastens the fruit ripening in tomatoes and apples and accelerates absorption in flowers and fruits. Okay, പിന്നെ ഫീമെയിൽ ഫ്ലവേഴ്സിനെ കുക്കുംബറിൽ പ്രൊമോട്ട് ചെയ്യാനും എന്താണ് നമ്മുടെ എത്തിഫോൺ സഹായിക്കാറുണ്ട്. Certain physiological effects in plants are given below. Name the plant growth regulators responsible for it. Okay, so നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ബോൾട്ടിങ്ങിന് കാരണമാവുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജിബർലിൻസ് ആണ്. എന്താണ്, നമ്മുടെ ജിബർലിൻസ് ആണ് ബോൾട്ടിങ്ങിന് കാരണമാവുന്ന. എപ്പിക്കൽ ഡോമിനൻസ് നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി ഓർത്തിരിക്കുന്നുണ്ടാവും, നമ്മുടെ ഓക്സിൻസ് ആണ് കേട്ടോ. ഓക്കെ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് നമ്മളിപ്പോ പറഞ്ഞു ഏതാണ്, എത്തിഫോൺ അല്ലെങ്കിൽ എത്തിലിൻ ആണ്. യെസ്, ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റോ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഏതാണ്, നമ്മുടെ ആബ്സിസിക് ആസിഡ്. ഓക്കെ, ഓക്കെ, ആബ്സിസിക് ആസിഡ്. ഓക്കെ,
ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഒരു ഡിലീറ്റഡ് പോർഷൻസ് ഒഴിച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് കേട്ടോ. റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് ആബ്സിസിക് ആസിഡ്. വൈ ആബ്സിസിക് ആസിഡ് ഇസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആബ്സിസിക് ആസിഡ്? നമ്മുടെ ആബ്സിഷൻ റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ ഡോർമെൻസി, ഡോർമെൻസി കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്ന നമ്മുടെ ആബ്സിസിക് ആസിഡ് ആണ്. പിന്നെ എന്താണ്, പ്ലാന്റ് മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു, അതുപോലെ സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതായത് സീഡ് ഡോർമെൻസി പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അതുപോലെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എൻവയോൺമെന്റിൽ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ചൂട് കൂടുന്നു അല്ലെ, ടെമ്പറേച്ചർ കൂടുന്നു, അല്ലെങ്കിൽ വല്ലാണ്ട് വിൻഡി ആയിട്ടിരിക്കുന്നു, അങ്ങനെ ഒത്തിരി അഡ്വേഴ്സ് മാറ്റങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിൽ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിനോടൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ സഹായിക്കുന്നതും ഈ പറഞ്ഞ ആബ്സിസിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫൈൻ. അതുകൊണ്ടാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, arrange the given functions of plant hormones in appropriate columns. ഓക്കെ, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ripening of fruit, initiate rooting in stem cutting, induce parthenocarpy, break seed and bud dormancy. ഓക്കെ, അപ്പൊ ഏതാണ്? ഓക്സിൻസ് ആണ് നമ്മുടെ റൂട്ടിങ്ങിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ എത്തിലീൻ ആണ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ടിന് കാരണമാകുന്നത്. പിന്നെ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഓക്സിൻസ് ആണ് വീണ്ടും. അതുപോലെ എത്തിലീൻ ആണ് നമ്മുടെ സീ ഡോർമെൻസി, അതുപോലെ ബഡ് ഡോർമെൻസി ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, സീ ഡോർമെൻസി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരുന്നു? പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ആബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, what do the terms phycobian and mycobian signify? ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഫൈക്കോബിയൻ ആൻഡ് മൈക്കോബിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈക്കുള്ള സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്ന ആൽഗേന്റെ ഫംഗലിനെ വിളിക്കുന്ന പേരാണ്. റൈറ്റ്. അപ്പോൾ ഫൈക്കോബിയൻ എന്ന് പറയുന്നത് ആൽഗൽ പാർട്ട്ണറും, അതുപോലെ മൈക്കോബിയൻ എന്ന് പറയുന്നത് ഫംഗൽ പാർട്ട്നേഴ്സും ആണ്. അത് 1 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ, അത് നിങ്ങൾ നോക്കുക. ഇനി ഇതൊന്ന് മാച്ച് ദ ഫോളോയിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേപോലത്തെ ടൈപ്പ് ഓഫ് മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ക്ലാമിഡമോണസിന്റെ എക്സാമ്പിൾ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ആൽഗിന്റെ എക്സാമ്പിൾ ആണ്. സൈക്കസ് ഏതിന്റെ എക്സാമ്പിൾ ആണ്? ജിംനോസ്പോമിന്റെ എക്സാമ്പിൾ ആണ്. സെലാജിനല്ല is the example of pteridophytes and sphagnum is the most. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചു വേണ്ടിയിട്ടുണ്ട്. ഈ എക്സാമ്പിൾ കൊടുക്കും, അത് ഏതിലാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? യെസ്. And we have one more question. Observe the figure and answer the following questions. Name the parts A and B. Which parts of the stomata constitute the stomatal apparatus? A യും B യും ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. B എന്ന് പറയുന്നത് ഏതാണ് and A എന്ന് പറയുന്നത് ഏതാണ്? യെസ്, A ഏതാണ്? We know it is a subsidiary cell, and B നമ്മുടെ ബീൻ ഷേപ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗാർഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്? സ്റ്റൊമാറ്റൽ പോറും, ഗാർഡ് സെൽസും, അതുപോലെ തന്നെ സബ്സിഡറി സെൽസും. ഇത് മൂന്നും കൂടെ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്നുള്ളത്. യെസ്, ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഗിവൺ ബിലോ ആൻഡ് ലേബിൾ ദ പാർട്സ്. സോ എ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന്റെ ഇടയിൽ കേമ്പിയം പ്രസന്റ് അല്ല, നിങ്ങൾക്ക് കാണാം അല്ലെ. സോ ദാറ്റ് ഇസ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ ആണ്. അതിന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലോയും, താഴെ കാണാൻ പറ്റുന്നത് നമ്മുടെ സൈലോമാണ്. അതേ സമയത്ത് ഇതിന്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താണ്? നമ്മുടെ കേമ്പിയമാണ്. അപ്പോൾ കേമ്പിയം പ്രസന്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. An accepted model of the structure of a cell membrane was proposed by Singer and Nicolson. Okay, name the model. List the 2 major biomolecules which this membrane is composed of. State 1 function of this membrane. Okay, fluid mosaic model ആണ് സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രൊപ്പോസ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മേജർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണ്? നമുക്കറിയാം പ്രോട്ടീനും, അതുപോലെ പ്രോട്ടീൻ ഓർ ലിപ്പിഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും ആണ്. റൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് 1 ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ? നമുക്കറിയാം മോളിക്യൂൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പിന്നെ സെൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ആരാണ്? സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, പിന്നെ സെക്രീഷൻ ഉണ്ട്, പലതരത്തിലുള്ള എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്രീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എൻഡോസൈറ്റോസിസും സെൽ ഡിവിഷനും ഒക്കെ കാരണം
ആവാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ സെൽ മെംബ്രെയിൻ. ഇതും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അറിയാം ഓർ ക്വസ്റ്റൻ ഉണ്ടാവും അല്ലെ, ഒരു ചാപ്റ്ററിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ചില ഇതിലൊക്കെ സെയിം ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓർ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 2 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ അല്ലെ. നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ 2 മാർക്ക് ക്വസ്റ്റൻ ഏറ്റവും അറിയാവുന്നത് ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് നിങ്ങൾ എഴുതി വെക്കുക. സമയം കിട്ടുന്നുണ്ട് എങ്കിൽ എന്താണ് ആ എക്സ്ട്രാ ക്വസ്റ്റൻ കൂടെ ഒന്ന് എഴുതി വെക്കുക. അപ്പൊ അതിൽ ബെറ്റർ ആയിട്ടുള്ളത് സാധാരണ ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ മീൻസ് എക്സാമിനേഴ്സ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലപോലെ അറിയുന്നത് ആദ്യം ചൂസ് ചെയ്ത് വൃത്തിയിൽ എഴുതുക, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇടുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അതായത് 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതരുത്. ഓക്കെ, 2 മാർക്ക് എഴുതാണ്, 2 മാർക്ക് മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 മാർക്ക് അറ്റംപ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കലർത്തി അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അത് നമുക്ക് തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും ആൻസർ പേപ്പർ നോക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി തന്നെ എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് എഴുതരുത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മിസ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കരുത്, അടുത്ത വർഷത്തേക്ക് ഓക്കെ +2 നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ല ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡൗട്ട്സ് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. അത് കൂടാണ്ട് പാരലൽ ആയിട്ട് നമ്മുടെ നീറ്റിന്റെ ജെയിന്റെയും കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ഒരു നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ വിൽ മീറ്റ് അഗെയിൻ വിത്ത് സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ് എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, ഫൈൻ, ബൈ ബൈ. താങ്ക് യു എവരി വൺ.